ശ്രീ പദ്ധതിയിൽ ഒളിച്ചുകളി തുടർന്ന് സംസ്ഥാന സർക്കാർ മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ച് ഒരു മാസം പിന്നിടുമ്പോഴും പദ്ധതി നടപ്പിലാക്കുമോ ഇല്ലയോ എന്നതിൽ വ്യക്തതയില്ല. സർക്കാർ തീരുമാനം വൈകുന്നതിൽ ആക്ഷേപം ഉയരുകയാണ്. വിവരങ്ങളുമായി MS വീണ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. വീണ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ PMC പദ്ധതിയിൽ, അതായത് കുട്ടികളുടെ ഭാവിയാണ് ഇവരുടെ ഒരു സമീപനത്തിൽ നിന്ന് പന്താടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒന്നുകിൽ നടപ്പിലാക്കും അല്ലെങ്കിൽ നടപ്പിലാക്കില്ല എന്ന് പറയാനുള്ള ഒരു ആർജവും പോലും നമ്മുടെ സർക്കാരിനില്ല എന്നുള്ളതാണ്. കാരണം UDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാവരെയും സന്തോഷിപ്പിച്ച് മുന്നോട്ട് പോകണം, ഫണ്ട് കിട്ടണം, അതോടൊപ്പം തന്നെ ഇസ്ലാമിസ്റ്റുകളെ പ്രീണിപ്പിച്ച് മുന്നോട്ട് പോകണം. ആ ഒരു കാരണം മുന്നിലുണ്ട്. എന്തായാലും ഈ മന്ത്രിസഭാ ഉപസമിതിയൊക്കെ വന്നു ഒരു മാസം കഴിഞ്ഞു. ഇനി എപ്പോഴേക്കും ഒരു തീരുമാനം അറിയാൻ വീണ? ഗുഡ് മോർണിംഗ് ആതിര. രാഖി ചോദിച്ചതുപോലെ തന്നെയാണ് PM-ശ്രീ പദ്ധതി വളരെ പ്രതീക്ഷയോടുകൂടി സംസ്ഥാനം ഉറ്റുനോക്കുന്നതാണ്. കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ ആ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിനായി കരാറിൽ ഒപ്പുവെച്ചതുമാണ്. വലിയ വിമർശനങ്ങൾ ഉണ്ടായെങ്കിൽ പോലും ആ പദ്ധതിയോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനം സർക്കാരിന് ദോഷം ചെയ്യുമെന്ന ആ ഒരു ചിന്ത വന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇടതുപക്ഷം പോലും അതിൽ ഒപ്പിട്ടതെന്നുള്ളതാണ്. പക്ഷേ വലതുപക്ഷ സർക്കാർ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ പ്രാതിനിധ്യം കൂടുതലുള്ള ഈ വലതുപക്ഷ സർക്കാർ അധികാരത്തിലേറ്റ് 2 മാസം പിന്നിടുമ്പോൾ പോലും ഉപസമിതിയെ രൂപീകരിച്ചു. PM-ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല എന്നുള്ളതാണ്. വിദ്യാഭ്യാസ മന്ത്രിയാണ് ആ ഉപസമിതിയുടെ കൺവീനർ. ഒപ്പം തന്നെ M ലിജു, PC വിഷ്ണുനാഥ്, റോജി M ജോൺ അടക്കമുള്ള മറ്റ് മന്ത്രിമാരുമുണ്ട്. മൊത്തത്തിൽ 4 മന്ത്രിമാർ ഉൾപ്പെട്ട ഉപസമിതിയാണ് ഇതിലുള്ളത് എന്നുള്ളതാണ്. 2-3 തവണ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉപസമിതി യോഗം ചേരുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴും സംസ്ഥാനത്ത് ഇത് നടപ്പാക്കുമോ, സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്കും പൊതുമേഖലയ്ക്കും, അതായത് പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കും ഇതിന്റെ ഗുണം ലഭിക്കുമോ എന്നൊരു ചോദ്യത്തിനാണ് വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇപ്പോഴും ഉത്തരമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിദ്യാഭ്യാസ മന്ത്രിയോട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചോദിക്കുമ്പോൾ മാധ്യമപ്രവർത്തകരോട് തിരിച്ചു ചോദിക്കുന്നത് എന്തിനാണ് നിങ്ങൾ ഇത്ര ധൃതി വെക്കുന്നത് എന്നുള്ളതാണ്. ആ ധൃതി വെക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദമായിട്ടുള്ള ചർച്ച നടത്തുന്നു. അത് റിപ്പോർട്ട് സമർപ്പിക്കും. ആ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷമായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക എന്നുള്ളത്. പക്ഷേ ഇതിൽ ധൃതി വെക്കുക എന്നുള്ളതല്ല. സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട PM-ശ്രീ പോലുള്ള പദ്ധതികൾ അത് മറ്റ് സംസ്ഥാനങ്ങൾ, കർണാടക പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ വിജയകരമായി നടപ്പാക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിന്റെ ഗുണഭോക്താക്കളാകേണ്ടത് സംസ്ഥാനത്തെ കുട്ടികൾക്കും അതിന്റെ അവകാശമുണ്ട്. ഒപ്പം തന്നെ ആ പദ്ധതി നടപ്പാക്കിയ നിരവധി സ്കൂൾ സംസ്ഥാനത്തുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ ഗുണഭോക്താം അത് ലഭിക്കുവാൻ വൈകുന്തോറും അത് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഒക്കെ അത് വിഷമത്തിലാക്കുന്നുണ്ട്. ഒപ്പം തന്നെ വിമർശനത്തിനും ഇടയാക്കുന്നുണ്ട്. എന്തിനാണ് സർക്കാർ ഇതിൽ ഇത്രയധികം സമയമെടുക്കുന്നത്, വൈകിപ്പിക്കുന്നത് എന്തിനാണ്, ഒരു തീരുമാനമെടുക്കാൻ എന്തിനാണ് ഇത്രേ അമാന്തിക്കുന്നത് എന്നുള്ളതാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രിയോടും ഈ ചോദ്യം ആവർത്തിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് ചില നിബന്ധനകൾ സംസ്ഥാന സർക്കാർ മുന്നോട്ടേക്ക് വയ്ക്കും. അതായത് സിലബസിന്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമെടുക്കുന്നത് സംസ്ഥാന സർക്കാർ തന്നെയായിരിക്കും. പക്ഷെ പദ്ധതിയോട് അനുകൂലമായിട്ടുള്ള ഒരു സമീപനമായിരിക്കും സ്വീകരിക്കുക എന്ന തരത്തിലാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചതും. പക്ഷേ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം നൽകാത്തതാണ് ആക്ഷേപങ്ങൾക്കും വിമർശനങ്ങൾക്കും കാരണമാകുന്നത്. ഇന്ന് മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ചർച്ച ചെയ്യില്ലെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. കൂടാതെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഒരു ചർച്ച ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു മറുപടി പറയുന്നില്ല. ഒഴിഞ്ഞു മാറുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. സ്വാഭാവികമായും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ കാണുമ്പോൾ ഇക്കാര്യത്തിൽ ഒരു ചർച്ച നടക്കുവാനുള്ള സാധ്യതയുണ്ട്. അത് തള്ളിക്കളയാൻ കഴിയില്ല. SSK അടക്കമുള്ള വിഷയങ്ങളിലാണ് കൂടിക്കാഴ്ച നടക്കുന്നതെങ്കിലും സ്വാഭാവികമായും കേരളത്തിന്റെ നിലപാട് എന്താണ് ഈ PM-ശ്രീ പദ്ധതിയിൽ എന്നുള്ള കാര്യത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയോട് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു സൂചനയെങ്കിലും അല്ലെങ്കിൽ തന്റെ നിലപാടെങ്കിലും പറയേണ്ടി വരും എന്നുള്ളതാണ്. എന്തായാലും സർക്കാർ ഇത്തരത്തിലുള്ളൊരു വൈകിപ്പിക്കുന്ന ഒരു നിലപാടാണ് തുടരുന്നതെങ്കിൽ വരും ദിവസങ്ങളിൽ ഈ ഒരു നിലപാടിനെതിരെ ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഉയരാനിടയുണ്ട്. ഒപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഗുണകരമാകുന്ന ഈ ഒരു പദ്ധതിയോട് പിന്തിരിപ്പ് മനോഭാവം സ്വീകരിക്കരുതെന്നുള്ള ഒരു നിലപാടാണ് പൊതുവിലുള്ളത്. എന്തായാലും PM-ശ്രീ പദ്ധതിയിൽ ഇപ്പോഴും സർക്കാർ ഒളിച്ചുകളി ഇങ്ങനെ തുടരുകയാണ്. ഇനി എത്ര ദിവസം ഇങ്ങനെ ഒളിച്ചു മുന്നോട്ട് പോകും എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും അതായത് ഇവർക്ക് കേന്ദ്ര ഫണ്ട് വേണം താനും, എന്നാൽ നടപ്പിലാക്കാനിട്ട് വയ്യ താനും. അതായത് പണം മുഖ്യം. ബിഗിലെ